കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് പിന്നെ ആരെങ്കിലും കൂടെ നിൽക്കും, എന്തെങ്കിലും കൈ കിട്ടുന്ന സാധനമൊക്കെ വലിച്ച് എറിയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരത്ത് കോട്ടൂരുള്ള എലിഫന്റ് റീഹാബിറ്റേഷൻ സെന്ററിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്താൻ കഴിയും. ഒരു പ്രിപ്പറേഷനുമില്ലാതെ പെട്ടെന്നിറങ്ങിയ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിന്റെ കാര്യമൊന്നും ചിന്തിച്ചില്ല. ഈ വഴി വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, റോഡൊക്കെ കുറച്ച് ഡാമേജ് ആണ്. അതോടൊപ്പം തന്നെ റോഡ് പണിയും നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ആനസങ്കേതത്തിലാണ്. ആനസങ്കേതം വന്നിട്ടുള്ളത് കോട്ടൂരാണ്. കോട്ടൂരിലെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. റീഹാബിറ്റേഷൻ സെന്ററിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇവിടെ പണികൾ നടക്കുകയാണ്. ഏകദേശം 105 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ്. ഇതിനോട് കൂടെ തന്നെ ഇക്കോ ഷോപ്പും ഇവിടെയുണ്ട്. ഫോറിനേഴ്സിനൊക്കെ ഇത് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുവഴി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. കാടായതുകൊണ്ട് ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ കാണാൻ കഴിയും. ഇതെല്ലാം ക്വാർട്ടേഴ്സാണ് കേട്ടോ. ദൂരെ നിന്ന് വരുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാർട്ടേഴ്സിലൊക്കെ സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കോട്ടൂരുള്ള എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ലാത്ത ആനകളെ പരിരക്ഷിക്കുകയും അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കോട്ടൂര് കാപ്പുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഈ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പാർക്കുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ വർക്കിംഗ് അല്ല. 12 വയസ്സിന് താഴെ മാത്രമാണ് പ്രവേശനം ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ എലിഫന്റ് റീഹാബിറ്റേഷൻ സെന്റർ കൂടിയാണിത്. 2008 ഇതിന്റെ തുടക്കം. 56 ഹെക്ടർ വനപ്രദേശത്താണ് ഈ റീഹാബിറ്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. പണിയൊക്കെ കാര്യമായി നടക്കുന്നുണ്ട് കേട്ടോ. 2 മാസം കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിയും. പണി കഴിഞ്ഞാൽ കാടിനകത്തും നടന്നു കാണാനുള്ള സൗകര്യം ഒരുങ്ങുമെന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ആനയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആന നിൽപ്പുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം. രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് ആനകളെ ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 11 മണിയൊക്കെ ആയി. അതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തെത്തുന്നത്. തിങ്കൾ ഒഴികെയുള്ള മറ്റു ദിവസങ്ങളിലൊക്കെ ഇവിടെ ബോട്ടിംഗ് പ്രവർത്തിച്ചിരുന്നതാണ്. ഇപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ബോട്ടിംഗ് ഉള്ളത്. ഈ ജലസംഭരണിയിൽ മുതലകളുണ്ട്. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇവരുടെ പ്രജനന കാലം വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ആന സോമൻ ഇവിടെയാണുള്ളത്. പിന്നെ കുട്ടികൾക്കായിട്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ബോട്ടിംഗ് റേറ്റൊക്കെ അവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുട്ടവഞ്ചി വരുമ്പോൾ ഒരാളാണെങ്കിലും 4 പേരാണെങ്കിലും 400 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഇനി ഇതിന് ഫ്രണ്ടിലോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അവിടെ ഇനി ഫോറസ്റ്റ് ആണ്. അപ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്.
കഥാപുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പുസ്തകക്കൂട് എന്നൊരു ഗ്രന്ഥശാല ഇവിടെ പുസ്തകങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചങ്ങാടവും ബോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ആനകളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആനയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സിറ്റിംഗ് പ്ലേസിലാണ്. നമ്മൾ വളരെ നടന്ന് തളർന്ന് ക്ഷീണിച്ച് വരികയാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വെള്ളത്തിന്റെ വ്യൂവും നല്ല രസമാണ്, മനോഹരമായിട്ട് കാണാം. നമ്മുടെ ഈ റെസ്റ്റിംഗ് പ്ലേസിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ നല്ല വ്യൂ ആണ്, ഇവിടെ നിന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ലെഫ്റ്റിലേക്കുള്ള റോഡാണിത്. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടി ആനകളെയൊക്കെ സ്റ്റേ ചെയ്തിരിക്കുന്ന പ്ലേസിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ കുറച്ച് കുട്ടി ആനകളൊക്കെ മുകളിലോട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കണ്ടിട്ട് വരാം. വിദേശത്തു നിന്നും ആനകളെക്കുറിച്ച് പഠിക്കാനായി ഒത്തിരി പേരാണ് ഇവിടെ വരുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഇവിടെ ആനകളൊക്കെ പരിചരിക്കുന്നത് ഞാനല്ല, ആനയെ പരിശോധിക്കുക ഇവിടെ വേറെ ആനപ്പാപ്പന്മാരുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്തിന് അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവരെ ആനേനൊക്കെ കാണിക്കും. ആനയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതായിരിക്കും ഇത് മനു. മനു മായ, അപ്പുറത്തേക്ക് പൂർണി, ഇത് ആരുണ്യ, ഇത് റാണ. ഇതിൽ ഏത് ആനയാണ് പ്രശ്നക്കാരനായ ആന? പ്രശ്നക്കാരൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഈ മനുവാണ്. പ്രശ്നക്കാരൻ. ചെറിയ കുഴപ്പമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് പിന്നെ ആരെങ്കിലും കൂടെ നിൽക്കും, എന്തെങ്കിലും കൈ കിട്ടുന്ന സാധനമൊക്കെ വലിച്ച് എറിയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉള്ളു. ഇവിടെ നല്ല തിരക്കാണോ സാധാരണ? സാധാരണ ചില സമയങ്ങളിൽ നല്ല തിരക്ക് തന്നെ. ടൂറിസ്റ്റുകളൊക്കെ വരും. ഇതൊക്കെയാണ് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.